എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്ന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. നിലവിൽ ശമ്പള വർധനവ്, അലവൻസുകൾ, ശമ്പള ഘടന എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിൽ വീട്ടുവാടക അലവൻസുകളിലെ വർധനവാണ് സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. രാജ്യത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഇന്ന് എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 65 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കുമാണ് എട്ടാം ശമ്പള കമ്മീഷൻ ഒരുപോലെ പ്രയോജനപ്പെടുന്നത്. 2016 ജനുവരി 1-നാണ് ഏഴാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നത്. 10 വർഷത്തിലൊരിക്കലാണ് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാറുള്ളത്. ഇതുപ്രകാരം അടുത്ത ശമ്പള പരിഷ്കരണം 2026 ജനുവരി മുതൽ നടപ്പിലാക്കേണ്ടതാണ്. കഴിഞ്ഞ നവംബറിലാണ് മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി അധ്യക്ഷയായ കമ്മീഷൻ രൂപീകരിച്ചത്. തുടർന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ 18 മാസത്തെ കാലയളവ് നൽകിയിട്ടുണ്ട്. നിലവിൽ ശമ്പള വർധനവ്, അലവൻസുകൾ, ശമ്പള ഘടന എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജീവനക്കാരുടെ സംഘടനകളും യൂണിയനുകളും തങ്ങളുടെ ആവശ്യങ്ങൾ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. വീട്ടുവാടക അലവൻസുകളിലെ വർധനവാണ് ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ വാടക നിരക്കുകൾ കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ വീട്ടുവാടക അലവൻസ് നിരക്കുകളിൽ വൻ വർധനവ് വരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. വീട്ടുവാടക അലവൻസിന് പുറമെ അടിസ്ഥാന ശമ്പളം 69,000 രൂപയാക്കുക, ലളിതമായ ശമ്പള ഘടന, വാർഷിക ഇൻക്രിമെന്റ് 3% നിന്ന് 6% ഏകീകൃത ശമ്പള സ്കെയിലുകൾ എന്നീ ആവശ്യങ്ങളും ശമ്പള കമ്മീഷന് മുൻപാകെ എത്തിയിട്ടുണ്ട്. ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശ പ്രകാരം 2017-ലാണ് നിലവിലെ HRA നിരക്കുകൾ നിശ്ചയിച്ചത്. അതിനുശേഷം രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ വീട്ടുവാടക നിരക്ക് 80% മുതൽ 120% വരെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ജീവനക്കാരുടെ HRAയിൽ ഇതനുസരിച്ചുള്ള മാറ്റമുണ്ടായിട്ടില്ല. നിലവിൽ അടിസ്ഥാന ശമ്പളം 18,000 രൂപയുള്ള ജീവനക്കാരന് പ്രതിമാസം HRA ആയി ലഭിക്കുന്നത് 4,860 രൂപ മാത്രമാണ്. ഡൽഹി, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലെ ഉയർന്ന വാടക നിരക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ കുറവാണെന്ന് സംഘടനകൾ സമർപ്പിച്ച നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. എന്തായാലും വീട്ടുവാടക അലവൻസിൽ വലിയ വർധനവുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത് അടിസ്ഥാന ശമ്പളത്തിലും പ്രതിഫലിക്കും. അതേസമയം മുൻകാല കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഏറ്റവും നേരത്തെ റിപ്പോർട്ട് ലഭിക്കുക 2027 ഫെബ്രുവരിയിലായിരിക്കും. കൂടാതെ മുൻകാല പ്രവണതകളെ അടിസ്ഥാനമാക്കി ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ വന്നുകഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ 2 മുതൽ 3 വർഷം വരെ എടുക്കും. അതായത് 2027 പ്രഖ്യാപിച്ച വർധനവ് 2029 അല്ലെങ്കിൽ 2030 മാത്രമേ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയൂ. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.